നമസ്കാരം, അനിൽകുമാർ ഇക്കോൺ ലാബിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുല്യത +1 പരീക്ഷ എഴുതാൻ പോകുന്ന പഠിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വരുന്ന ജൂലൈ 5-ാം തീയതിയാണ് +1 തുല്യത ഹയർ സെക്കൻഡറി എക്സാം നടക്കാൻ പോകുന്നത്. അതായത് +1ലേക്ക് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കൂട്ടരാണ് ഈ തുല്യതക്കാർ. അതായത് ഏകദേശം 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തോളമൊക്കെ പഴക്കമുള്ള 10ാം ക്ലാസ് പാസ്സായിട്ട് പിന്നെ ഒരുപാട് കാലങ്ങളോളം മറ്റ് വിദ്യാഭ്യാസമൊന്നും നേടാതെ ഒരു സുപ്രഭാതത്തിൽ +1 തുല്യതയ്ക്ക് ജോയിൻ ചെയ്യുകയും അതിൽ പഠനം ആരംഭിച്ചവരുമായിരിക്കാം നിങ്ങൾ. വളരെ കുറച്ചു പേർ മാത്രം തുല്യതയുടെ 10ാം തരം പാസ്സായി അതേപടി തന്നെ +1ലേക്ക് വന്നവരുണ്ടായിരിക്കാം. എങ്കിലും +1ൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പലർക്കും അറിവില്ലാത്ത കാര്യമാണ്. പലരും കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ, സ്കൂളുകളിലെ സൺഡേ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പങ്കെടുക്കാത്തവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ളൊരു അറിവ് പരീക്ഷയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് 6 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന കാര്യം നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. പക്ഷേ പലരും 6 വിഷയങ്ങളല്ല, അതിൽ കൂടുതൽ ബുക്കുകൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് ഓരോ വിഷയവും 2 പുസ്തകങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എക്കണോമിക്സിൽ 2 ബുക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ 2 പുസ്തകങ്ങളെ 2 പരീക്ഷയായിട്ട് കണക്കാക്കരുത്. അത് ഒറ്റ വിഷയമാണ്. ഇപ്പോൾ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും അത് രണ്ടും 2 വിഷയങ്ങളല്ല, ഒറ്റ വിഷയമാണ്. അതായത് ഒറ്റ പരീക്ഷയാണ് എക്കണോമിക്സ് ആയിട്ടാണ് നടക്കുക. അപ്പോൾ ആ രീതിയിൽ 6 വിഷയങ്ങളിൽ നമുക്ക് ഓരോ വിഷയങ്ങളിലും എത്ര ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്, പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററും, അതായത് ബുക്കിലുള്ള എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ടതുണ്ടോ, ഏതെങ്കിലും ചാപ്റ്ററുകൾ ഈ ഹയർ സെക്കൻഡറി സ്കീം വൈസിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണണം. ഓരോ ചാപ്റ്ററിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഓരോ വിഷയത്തിൻ്റെയും ചാപ്റ്ററുകളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉടനെ തന്നെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. കൃത്യമായിട്ട് അവെയർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 6 വിഷയങ്ങളിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഉൾപ്പെടാത്തത് എന്നാണ്. ഓക്കെ, 6 വിഷയങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും. ഹ്യൂമാനിറ്റീസിൽ നമുക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത്? ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, അതുപോലെ മലയാളം. ഓക്കെ, മലയാളത്തിന് ഓപ്ഷൻ ഉണ്ട്. മലയാളം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ കന്നഡ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേപ്പറുകളിൽ നമുക്ക് എക്കണോമിക്സിൻ്റെ ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൽ നമുക്ക് 2 ചാപ്റ്ററുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ പഠിപ്പിക്കുന്നിടത്ത് അത് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. എക്കണോമിക്സിൽ നമുക്ക് 1ാമത്തെ ബുക്കിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലാത്തൊരു ചാപ്റ്ററാണ് 8ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഗ്രാമീണ വികസനം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, 8ാമത്തേത്. അത് നമുക്ക് പഠിക്കേണ്ട. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്താണെങ്കിൽ 6ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. 6ാമത്തെ ചാപ്റ്ററും നമ്മൾ പഠിക്കേണ്ട. ഓക്കെ, 6ാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ട. അത് വലിയൊരു പ്രോബ്ലം ചെയ്യാനുള്ള ചാപ്റ്ററാണ്. പക്ഷെ അതിന് മുമ്പ് 5ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് പ്രോബ്ലം ചെയ്യാനുള്ളത്. കൃത്യമായിട്ട് പഠിച്ചോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് അതിന് എസ്സേ ചോദിക്കും 5ാമത്തെ ചാപ്റ്ററിന്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 6ാമത്തെ ചാപ്റ്റർ നമുക്ക് ഒഴിവാക്കിയതാണ്. ഓക്കെ, അതുപോലെ തന്നെ 7ാമത്തെ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എത്തിക്കാം. അതുപോലെ മറ്റ് വിഷയങ്ങൾ, ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും അത് മുഴുവൻ ചാപ്റ്ററും പഠിക്കാനുണ്ട്. സോഷ്യോളജി മുഴുവൻ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഹിസ്റ്ററി മുഴുവൻ ചാപ്റ്റർ പഠിക്കാനുണ്ട്. മലയാളം അതുപോലെ തന്നെയാണ്. ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ്. ഓക്കെ, ഈ അടുത്ത കാലത്ത് ആരോ ചോദിക്കേണ്ടായി ഇംഗ്ലീഷിൽ ഏതൊക്കെ ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു ചാപ്റ്ററും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ചാപ്റ്ററും പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കണം എന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒഴിവാക്കാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്ററുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരും എങ്കിലും നമുക്കവിടെ എന്താണ്, അതായത് നമ്മൾ പഠിക്കേണ്ടത് പ്രീവിയസ് ആയിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ അവിടെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഗാന്ധിയൻ സ്റ്റഡീസ് ഉണ്ട്. ചില വിഷയങ്ങൾ ചില സ്കൂളുകളിൽ നമുക്കറിയാം ഈ സോഷ്യോളജിക്ക് പകരമായിട്ട്, ഹ്യൂമാനിറ്റീസിന് സോഷ്യോളജിക്ക് പകരമായിട്ട് ഗാന്ധിയൻ സ്റ്റഡീസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയൻ സ്റ്റഡീസിലും മുഴുവനായിട്ടും പഠിക്കാനുള്ളത് തന്നെയാണ്, ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക.
ഓക്കെ. പിന്നെ കൊമേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്കണോമിക്സിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. അതായത് കൊമേഴ്സുകാരും എക്കണോമിക്സിൽ നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് 8ാമത്തെ ചാപ്റ്റർ ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്ന് 6ാമത്തെ ചാപ്റ്ററും ഒഴിവാക്കുക. ബാക്കിയുള്ള ചാപ്റ്ററുകൾ പഠിക്കുക. ടോട്ടൽ 19 19-ൽ നിന്ന് 2 ഒഴിവാക്കാനാണ് പറയുന്നത്. ബാക്കിയുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷ് ആയാലും മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ ഹിന്ദി, അതുപോലെ തന്നെ പിന്നെ അക്കൗണ്ടൻസി, അതുപോലെ ബിസിനസ് സ്റ്റഡീസ്, പിന്നെ പൊളിറ്റിക്കൽ സയൻസ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം, മുഴുവനായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോൾ അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രോബ്ലം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. അത് ഉയർന്ന മാർക്കിന് ചോദിക്കുന്നവയായിരിക്കും. അതുപോലെ അക്കൗണ്ടൻസിയുടെ 2ാമത്തെ പാർട്ടിൽ AFS, ഓക്കെ, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന 2ാമത്തെ ബുക്ക് ഉണ്ട്. അതിന്ന് കുറച്ച് തിയറിയും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അത് എളുപ്പമുള്ള ഭാഗമാണെന്നാണ് അക്കൗണ്ടൻസി പേപ്പർ എടുക്കുന്ന ടീച്ചേഴ്സ് പറയാറുള്ളത്. പക്ഷേ അതും നിങ്ങൾ ഒഴിവാക്കി കളയരുത്. ഫസ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ പോരാ, 2 ബുക്കും പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ നമുക്ക് ഇതിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എക്കണോമിക്സിൽ മാത്രമാണ് എൻ്റെ അറിവിൽ. ഓക്കെ. ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയതാണ്. ഇത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വരുന്ന അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്കും പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ്, ആ സ്കീം വൈസ് തന്നെയാണ് നിങ്ങൾക്കും ഉപയോഗിക്കുന്നത്. കാരണം പരീക്ഷ നടത്തുന്നത് റെഗുലർ സ്റ്റുഡൻസിന്, സ്കൂളിലെ കുട്ടികൾക്കും നിങ്ങൾക്കും DHSE തന്നെയാണ്. ഓക്കെ, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതൊക്കെ അവർ തന്നെയാണ്, പരീക്ഷ നടത്തുന്നതും പേപ്പർ നോക്കുന്നതൊക്കെ അവർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന രീതിയിൽ മാത്രം നമ്മൾ പഠിച്ചു പോയാൽ മതി. സ്കൂളിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിത് ഉപയോഗപ്പെടുത്തുക, ഈ ഒരു കാര്യം ഉപയോഗപ്പെടുത്തുക. പിന്നെ ഞാൻ പറഞ്ഞു, ഓരോ വിഷയത്തിലും ഒഴിവാക്കാത്ത ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ, അതായത് മറ്റെല്ലാം പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അതിൽ എല്ലാം, ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ 20 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്. അപ്പോൾ ആ 20 ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, എല്ലാം കൂടെ പഠിച്ചെത്തൂല. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചാൽ മാത്രം മതി. ഓരോ ചാപ്റ്ററിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക? അത് മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോകളുണ്ട്. നമ്മുടെ തുല്യതാ ലാബിലും നമ്മൾ വീഡിയോ ചെയ്യും, അതുപോലെ തന്നെ അനിൽകുമാർ ഇക്കോൺ ലാബിലും വീഡിയോ ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അതല്ലെങ്കിൽ നമ്മൾ തരുന്ന ബുക്കുകൾ വാങ്ങി ഉപയോഗിക്കുക. അത് കൃത്യമായിട്ട് നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വിഷയവും ഓരോ തവണയെങ്കിലും വായിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, +2കാരെ അപേക്ഷിച്ച് +1 ആണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം +1ൽ നമുക്ക് മാക്സിമം മാർക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ +2ൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പാസ്സായി പോകാനെങ്കിലും സാധിക്കുകയുള്ളൂ. +1 തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറഞ്ഞ രീതിയിലൊന്നും പരീക്ഷകൾ ഇനി വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് +1 മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ നോക്കുക. 80ലാണ് നമുക്ക് പരീക്ഷ നടക്കുന്നത്. ഗാന്ധിയൻ സ്റ്റഡീസ് 60ലാണ്, മറ്റുള്ളതെല്ലാം നമുക്ക് 80ലാണ്. അപ്പോൾ 80ൽ നമുക്ക് 24 മാർക്കാണ് വാങ്ങേണ്ടത്. പാസ്സാവാൻ 24 മാർക്കാണ് വാങ്ങേണ്ടത്. ഗാന്ധിയൻ സ്റ്റഡീസ് 18 മാർക്ക് വാങ്ങിയാൽ മതിയാവും. ഓക്കെ. അപ്പോൾ മിനിമം 24 കിട്ടാൻ നമുക്ക് ഒരു പണിയില്ല, വളരെ സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വേവലാതി ഉണ്ടാകും. അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ലീഡിംഗ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുല്യതക്കാർക്ക് വേണ്ടി, സ്പെഷ്യലി നമ്മൾ തുല്യതക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നല്ല ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചാനലാണ് നമ്മുടെ 2 ചാനൽ. അപ്പോൾ ഈ 2 ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ല് ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട്, നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, അവരിലേക്ക് അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.